السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وآل كل والصحابة أجمعين أما بعد. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. എത്ര വലിയ സമ്പന്നനായാലും വലിയ തറവാടിത്തമുള്ളവനായാലും നല്ല ആരോഗ്യവാനായാലും എല്ലാ സ്ഥാനവും മാനവും ബഹുമാനവും ആദരവും ഒക്കെ നൽകപ്പെടുന്നവനായാലും മനസ്സിന് സമാധാനമില്ലെങ്കിൽ അവന് എല്ലാം നഷ്ടപ്പെട്ടവനാണ്. എത്രയോ വലിയ സമ്പത്തുള്ളവരുണ്ട്, നല്ല സ്വാധീനമുള്ളവരുണ്ട്. പക്ഷേ അവരൊരു പോള കണ്ണടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരാണ്. സമ്പത്തും മക്കളും വലിയ അലങ്കാരമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ശ്രദ്ധേയമാണ് ഈ ആയത്ത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്തും മക്കളും ഈ ദുന്യവിയായ ജീവിതത്തിലെ ഒരു അലങ്കാരമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു മുതൽക്കൂട്ട് അത് മറ്റു സൽക്കർമ്മങ്ങളെ കൊണ്ടെല്ലാം നമ്മൾ ഒരുക്കി തയ്യാറാക്കണം. വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഈ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളെല്ലാം അതാണ് എന്നെന്നും ശേഷിക്കുന്നതും വലിയ പ്രതിഫലം ലഭിക്കുന്നതും നാളേക്ക് ഉപകരിക്കുന്നതും. ഈ പറയപ്പെട്ട സമ്പത്തും മക്കളും ദുന്യാവിൻ്റെ അലങ്കാരമാണ് എന്ന് പറഞ്ഞ അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ ഫിത്നയാണ് എന്ന്. നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ അപകടമായി മാറും എന്നൊരു സൂചനയാണ് ഖുർആൻ നൽകുന്നത്. ഇവിടെ അലങ്കാരമായി ചിത്രീകരിച്ച അതേ ഖുർആൻ തന്നെയാണ് ഇത് മറക്കാതെ അപ്പുറത്ത് മറ്റൊരു ആയത്തിൽ ഇത് വലിയ അപകടമാണ് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ന് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും പറയും സമ്പത്തുണ്ടായ എല്ലാമായി എന്ന്. ഓൻക്കൊക്കെ എന്താ കുഴപ്പം, അടിപൊളിയല്ലേ, എല്ലാം ഉണ്ടല്ലോ, എന്തും നടക്കുമല്ലോ, പണത്തിൻ്റെ മേലൊരു പരുന്തും പറക്കില്ലല്ലോ എന്നൊക്കെ. എന്നാൽ എല്ലാം പണം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. എത്രയോ ആളുകളുണ്ട് വിഷമിക്കുന്നു, ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ, ഒരു പിഞ്ചു മക്കളെ പോറ്റാനുള്ള വല്ലാത്ത ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നടക്കുന്ന, ടെൻഷനോടുകൂടി ജീവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. അവർക്ക് ഇഷ്ടത്തിന് സ്വത്തുണ്ട്, ഏത് വലിയ റിസോർട്ടുകളിലും ചെന്ന് ദിവസങ്ങൾ താമസിക്കാൻ അവർക്ക് കയ്യിൽ ക്യാഷുണ്ട്. ഓരോ ദിവസത്തിന് 5ഉം 10ഉം 20ഉം ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളുണ്ടല്ലോ. അവർ നടന്ന് സഞ്ചരിച്ച് ലോകം കറങ്ങി എങ്ങനെയൊക്കെ ടെൻഷൻ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ എത്ര വലിയ സുഖസൗകര്യങ്ങൾ ചെന്ന് കിടക്കുമ്പോഴും അവരുടെ മനസ്സിനൊരു ആവലാതി, ഒരു വേവലാതി, ഒരു അലട്ടൽ. ഒരു മക്കളില്ലല്ലോ എന്നത്. അതുകൊണ്ടാണ് സമ്പത്തിൻ്റെ കൂടെ അള്ളാഹു മക്കളും കൂടി ചേർത്തി വെച്ചത്. ഒരു അലങ്കാരമാണ് എന്നുള്ളത് കൊണ്ടാണ്. മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, പോറ്റാൻ കഴിയുന്നില്ല. അവരെ പഠിപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവൻ്റെ കയ്യിലൊന്നുമില്ല. അവിടെയും ഒരു പോരായ്മ ഉണ്ട് അല്ലേ? ഇത് രണ്ടും ഈ ദുന്യവിയായ ലോകത്തെ വലിയ അലങ്കാരമാണ്. അത് ഉണ്ടായാൽ ഒരു സൗന്ദര്യമുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ അതുണ്ടായ എല്ലാമായി എന്നില്ല. അതില്ലാത്തവനും സന്തോഷത്തോടുകൂടെ കഴിയുന്നുണ്ട്, ഉള്ളവരെല്ലാം സന്തോഷത്തിൽ കഴിയുന്നുമില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നു മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ കഥകൾ. അവർക്ക് ആ മാതാപിതാക്കൾക്ക് ആ മക്കൾ വലിയ തലവേദനയാണ്,
വലിയ പരീക്ഷണമാണ്. ഇങ്ങനത്തെ ഒന്ന് പിറന്നില്ലെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന പല ഘട്ടങ്ങളും പല മാതാപിതാക്കൾക്കുണ്ട്. പടച്ച റബ്ബ് നമ്മുടെ മക്കളിലൂടെ നമുക്ക് ഇരുലോകത്തും സന്തോഷം നൽകട്ടെ, കൺകുളിർമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞു വന്നത് സമാധാനം അത് എങ്ങനെയാണ് ലഭിക്കേണ്ടത്, ഏത് വഴിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അലാ, അറിഞ്ഞോളണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ സ്മരണയിലായി കഴിയുമ്പോഴാണ് നിനക്ക് സമാധാനം ലഭിക്കുന്നത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ. ആത്മീയമായ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ, ആരാധനാ കർമ്മങ്ങളിൽ ലയിക്കുമ്പോൾ, അതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ നിൻ്റെ മനസ്സിന് വലിയ ആവേശം ഉണ്ടാകും. എല്ലാം അള്ളാഹുവിങ്കൽ നിന്നാണ്, ആ റബ്ബ് തന്നതാണ് ഇതെല്ലാം. അവൻ ആവശ്യപ്പെടുമ്പോൾ, അവൻക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ചിലപ്പോൾ തിരിച്ചെടുത്തേക്കാം. ഇതൊരു മനസ്സിന് നൽകുന്ന വലിയ ധൈര്യമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും വലിയ സമ്പത്ത് അത് ഗിനൻ നഫ്സാണ്, മനസ്സിൻ്റെ ധൈര്യമാണ്. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതിന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു വലിയ മനസ്സ് വേണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഖുർആൻ്റെ വാക്ക് അടിവരയിടേണ്ടതാണ്. ആരാണ് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്നത്, അവനെ സൂക്ഷിക്കുന്നത്, അവനെ എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കുന്നവനാരാണ്? അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നു, വിരോധിക്കാൻ പറഞ്ഞത് വിരോധിച്ച് ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുന്നു. അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്നാണ്. അവൻ അറിയാത്ത വഴിയിലൂടെയായിരിക്കും അതെല്ലാം ലഭിക്കുക. പ്രയാസങ്ങളായി, പ്രതിസന്ധിയിലായി, എല്ലാം നഷ്ടപ്പെട്ട് ജോലി പോയി, ഇനി എന്താണ്, ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു, എൻ്റെ കുടുംബത്തിൻ്റെ കഥ ഇനി ആരാണ് നോക്കുക, എന്നെക്കൊണ്ട് ഇനി ആവൂല എന്ന് പറഞ്ഞ് തൂക്കുകയറെടുക്കാൻ വരട്ടെ. പ്രതിസന്ധിയിലായി, കടക്കണിയിലായി, വലിയ ഭാരിച്ച കടബാധ്യത വന്നിട്ട് മരണത്തിനേക്ക് ഞാൻ ഈ ചാടുകയാണ് എന്ന് ചിന്തിക്കാൻ വരട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചോ, അവനിൽ തവക്കുലാക്കിക്കോ, എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചോ. ഫഹുവ ഹസ്ബുഹ്, അവൻ മതി. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അതൊരു വല്ലാത്ത ആവേശം തരുന്ന, ഈമാനികമായ ചൈതന്യം തരുന്നൊരു വാക്കാണ്. അള്ളാഹുവിൽ ആര് ഭരമേൽപ്പിക്കുന്നുവോ, അവൻ്റെ കാര്യം റബ്ബിലേക്ക് സമർപ്പിക്കുന്നുവോ, അള്ളാഹു അവൻ്റെ കാര്യം ഏറ്റെടുക്കും. അവൻ അറിയാത്ത വഴിയിലൂടെ ഒരു വാതിൽ തുറന്നു കൊടുക്കും. എത്രയോ ആളുകൾ കൊറോണ കാലത്ത് ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കേട്ടു. എന്താ കാരണം? മരിക്കുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ഈ രോഗം വരുമോ എന്നുള്ളൊരു പേടി കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യാണ്. മനസ്സിന് ധൈര്യമില്ല. തുമഇനീനത്ത് എന്നാണ് അറബിയിൽ അതിന് പറയുക. തുമഇനീനത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ച വിശ്വാസമുള്ളവർക്കാണ് തുമഇനീനത്തുണ്ടാവുകയുള്ളൂ. ഏത് പ്രതിസന്ധിയിലും ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. കോപ്പ് അപ്പ് വിത്ത് എനി സിറ്റുവേഷൻ, ഏത് സാഹചര്യവും, അത് ചിലപ്പോൾ തെരുവിലായാലും 5 സ്റ്റാറിലായാലും അവിടെയൊക്കെ കിടന്നുറങ്ങാൻ കഴിയുക, സന്തോഷത്തോടുകൂടെ വസിക്കാൻ കഴിയുക, മനസ്സമാധാനം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. പലപ്പോഴും മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ ഊർജം ലഭിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും അവർ പറയും, എന്നാലും ഇത് പോയിട്ടില്ലല്ലോ, ഉള്ളതിൽ സമാധാനിക്കുന്നു. കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, തൻ്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന വാർത്ത കേൾക്കുന്നു. ഒരു മഹാൻ്റെ വാക്ക്, എൻ്റെ ഈമാൻ, എൻ്റെ വിശ്വാസം മോഷ്ടിച്ചിട്ടില്ലല്ലോ എന്നാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അവർ ചിന്തിക്കുന്നത് എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ്. അവർ ഉള്ളതിൽ ഇങ്ങനെ തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷിച്ച് അതിൽ നന്ദി ചെയ്ത് ജീവിക്കുന്നവരാണ്. പ്രതിസന്ധികളിലൂടെയാണ് പലപ്പോഴും വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുക. നമ്മൾ അതിലൊരു സമാധാനവും ഐശ്വര്യവും അള്ളാഹുവിൽ നന്ദിയും കാണാൻ നമ്മൾ പ്രയത്നിച്ചാൽ അതിലൂടെ അള്ളാഹു നമുക്ക് വിജയം തരും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതിന് വലിയ പാഠമാണ് മുഅ്മിനീങ്ങളെ. മുത്തുനബി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിടാത്ത പ്രതിസന്ധികൾ ഏതാണുള്ളത്?
വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ പിരിഞ്ഞുപോയി. എല്ലാ മുൾവിതറിയ വഴികളിലൂടെയും മുത്തുനബി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാവങ്ങളുടെ വിഷമം എന്താണെന്നറിയാം. അവിടെയെല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിച്ചതാണ്, സഹിച്ചതാണ്. മുത്തുനബി അള്ളാഹുവിലേക്ക് ലയിച്ചതാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. അവിടുന്ന് എന്താണ് മഹാനവറുകൾ ചെയ്ത പണി? ദിക്റിലായി ലയിച്ചതാണ്. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആ വാക്ക് ജീവിതത്തിൽ അങ്ങനെ കൊണ്ടുവന്നൊരു മഹാനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. ദിക്ർ ചൊല്ലാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇത് ചൊല്ലിക്കോളൂ, വലിയ ഫറജുണ്ടാകും, വലിയ തുറസ് അതിലൂടെ ലഭിക്കും. വലിയ അത്ഭുതത്തിൻ്റെ ദിക്റാണ്. മഹാനവറുകൾ ആ മത്സ്യവയറ്റിൽപ്പെട്ട് പരാതി പറഞ്ഞ് ആർത്ത് വിളിച്ച് കരയല്ല, അള്ളാഹുവിന് മദ്ഹ് പറയുകയാണ്. പടച്ചോനെ, നീയല്ലാതൊരു ഇലാഹില്ല, നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്താണ് എന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈമാൻ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്, തവക്കുലാക്കാണ്. അള്ളാഹു പറയുന്നുണ്ട്, യൂനുസ് ആ ഉച്ചാരണം, ആ ദിക്ർ അവിടെ മൊഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മത്സ്യവയറ്റിന്ന് പുറത്തിറക്കൂലായിരുന്നു എന്ന്. ദിക്റാണ് അവിടുന്ന് സമാധാനമായി കണ്ടത്. മുഅ്മിനായ മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും ദിക്ർ കടന്നു വരണം. അവൻ ഉറങ്ങി എണീക്കുമ്പോൾ ചൊല്ലണം അൽഹംദുലില്ലാഹ്, അല്ലേ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. എത്ര പേരാണ് ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞു മറിഞ്ഞിട്ടെന്ന് നേരം വെളുപ്പിച്ചവർ? എനിക്ക് നല്ല സുഖനിദ്ര കിട്ടി, അൽഹംദുലില്ലാഹ്. ഉറങ്ങിയിട്ട് ഉണരാൻ കഴിയാതെ മരണപ്പെട്ടു പോരെത്രയാണ്? എനിക്ക് ഉണരാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ബാത്റൂമിലേക്ക് പോയി കാര്യം സാധിച്ച് തിരിച്ചു വരുന്നു, അൽഹംദുലില്ലാഹ് പറയണമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? എത്ര പേരുണ്ട് വയറിൽ മലം നീക്കാൻ കഴിയാതെ അവിടുന്ന് പോകാതെ ഉറച്ചിട്ട് വേദന കൊണ്ട് പൊളയുന്നവർ. മലദ്വാരത്തിലൂടെ മലം പോകാതെ വയറ് തോട്ടയാക്കിയിട്ട് അതിലൂടെ മലം പുറന്തള്ളപ്പെടുന്നവർ എത്ര പേരാണ്? അവരനുഭവിക്കുന്ന വേദനയൊന്നും നമുക്കില്ലല്ലോ. അൽഹംദുലില്ലാഹ്, സുഖമമായി എന്നിൽ നിന്ന് നീങ്ങിക്കിട്ടി. അൽഹംദുലില്ലാഹ് അല്ലദീ അസ്ഹബ അന്നിയൽ അദാ വഅഫാനി. എനിക്ക് പ്രയാസങ്ങളൊക്കെ നീക്കിത്തന്ന്, തടസ്സങ്ങളൊക്കെ നീക്കിത്തന്ന് ആരോഗ്യം തന്ന റബ്ബെ, നിനക്കാണ് സ്തുതി, അല്ലേ? എന്തെങ്കിലും മുസീബത്തുകൾ, വേവലാതികൾ, മറ്റുള്ളവൻ്റെ ബേജാറുകൾ, മരണവാർത്തകളൊക്കെ കേട്ടാലും നമ്മൾ ചൊല്ലണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിനുള്ളതാണ് ഞാൻ, എല്ലാത്തിൻ്റെയും മടക്കം റബ്ബിലേക്കാണ്. ദിക്ർ ചൊല്ലാണ്. അവൻ സമാധാനം കണ്ടെത്തേണ്ടത് ദിക്റിലൂടെയാണ്, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് വിജയവും സമാധാനമുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തിയത് എത്ര സത്യമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ദിക്റിലായി നമ്മൾ ജീവിക്കുക. എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും തകരുന്ന ഒരു മനസ്സുണ്ടാകരുത്. അത് ഉറപ്പില്ലാത്ത ഒരു മനസ്സാണ്. നല്ല ഉറപ്പുള്ള ഖൽബായിരിക്കണം മുഅ്മിനായ മനുഷ്യൻ്റെത്. അൽ ബിർറു മത്മഅന്നത്ത് ഇലൈഹി നഫ്സ്. എന്താണ് ഗുണം എന്ന് മുത്തുനബി പരിചയപ്പെടുത്താണ്. അത് ഖൽബിന്, നഫ്സിന് ഒക്കെ സമാധാനം ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് ഗുണം. തെറ്റ് ചെയ്യുമ്പോൾ അസമാധാനം കടന്നു വരും. നമ്മൾ തെറ്റിലായി ജീവിക്കുമ്പോൾ, അരുതായ്മകൾ സംഭവിക്കുമ്പോൾ മനസ്സിൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും തഖ്വയിലായി ജീവിക്കുക. അതിനാണല്ലോ റമദാൻ തന്നത്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ കുടുങ്ങുമെന്ന് തോന്നുന്നത് എല്ലാം ഒഴിവാക്കുക. ഇതാണ് തഖ്വ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ല സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമുക്ക് അറിയാത്ത വഴിയിലൂടെ പലതും നമുക്ക് തുറന്നു തരും എന്നത് സത്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.